ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇതേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ജോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം വെന്ത് വരുമ്പോൾ കണ്ടു ഇത് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ വേവിച്ചെടുത്തുള്ള സ്നാക്കില്ലേ ഇതിട്ട് കൊടുക്കുക. കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.